പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ട്. എന്താണ് നിരീക്ഷിക്കുന്നത് എനക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ചിലയിടത്ത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്, ചിലയിടത്ത് IT നിരീക്ഷകനാണ്, ചിലയിടത്ത് കാലാവസ്ഥ നിരീക്ഷകനാണ്. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. സാധാരണ ഞാൻ ഇത് അദ്ദേഹത്തിന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അയോഗ്യ രാവണൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ ശ്രീനിവാസൻ കൈകാര്യം ചെയ്ത കഥാപാത്രമുണ്ട്, നോവലിസ്റ്റ് കം ടൈലർ. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ചിലയിടങ്ങളിൽ അദ്ദേഹം വരിക IT വിദഗ്ധനായിട്ടാണ്, ചിലയിടങ്ങളിൽ അദ്ദേഹം വരിക രാഷ്ട്രീയ നിരീക്ഷകൻ. നിങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷിക്കാൻ നിങ്ങൾ പൊതുപ്രവർത്തകനാണോ? നിങ്ങളല്ലല്ലോ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് രാഷ്ട്രീയ നിരീക്ഷകനായി വരുന്നു, ചിലയിടത്ത് നിങ്ങൾ IT നിരീക്ഷകനായി വരുന്നു. നിങ്ങൾ നിരീക്ഷിക്കുന്നത് RSSന്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾ RSSന്റെ ആളെന്ന് പറയാൻ എന്തിനാ മടിക്കേണ്ട കാര്യം? ഞാൻ കമ്മ്യൂണിസ്റ്റാ, തല പോയാലും ഞാൻ പറയും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ഞാൻ DYFI SFI എന്ന് പറയും. നിങ്ങൾക്ക് എന്താ പറയാൻ മടി? മുഖ്യമന്ത്രി ആക്ഷേപിക്കുക, CPM-നെ ആക്ഷേപിക്കുക, ഇതല്ലേ നിങ്ങൾ ചെയ്തോട് ഇത്രയും ദിവസം പണി. നിങ്ങൾ ആക്ഷേപിച്ചോ, അതിന് നിങ്ങൾക്ക് വല്ല പ്രത്യുപകാരം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ. ഞാനത് വളരെ കൃത്യമായ രീതിയിൽ വിശദീകരിക്കാൻ എനിക്ക് ഒരു പക്ഷേ ആവുമെന്ന് ഞാൻ തോന്നുന്നു. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ തലശ്ശേരി MLA ആയിട്ടുള്ള ശ്രീ AN ഷംസീർ, അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞിരുന്ന ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഒരു തുല്യനീതി എന്ന നിലയിൽ അതിന് മറുപടി നൽകേണ്ടുന്ന ഒരു അവസരം കൂടി എനിക്ക് തരണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ഇന്നലെ പൊട്ടിമുളച്ച എന്തോ ആണ് രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഈ CPM-ന്റെ നേതാക്കന്മാരെയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ഞാനിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകനായിട്ട് എന്നെ ഏതെങ്കിലും ഒരു ചാനൽ വിളിച്ച് ഒരു കസേര ഇട്ട് തന്ന് താങ്കളോടൊപ്പം ശ്രീ ഷംസീറിനോടൊപ്പം ഇരുത്തുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ താങ്കൾക്കും എൻ്റെ യോഗ്യതയേ ഉള്ളൂ, അല്ലെങ്കിൽ താങ്കളുടെ യോഗ്യത ഞാനും അർഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി തുല്യരായിട്ടുള്ള ആൾക്കാരെയാണല്ലോ ചർച്ചകളിൽ വിളിക്കുക. അപ്പൊ അതോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? താങ്കൾ ഇവിടെ അഴകിയ രാവണൻ സിനിമയെ പറ്റി പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത് മഴവിൽ കാവടി എന്ന സിനിമയാണ്. ഇത്ര CPM പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഒരു നിരീക്ഷകനെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. രാജാവ് നഗ്നനാണ് എന്ന് കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത്. അല്പം കൂടി വെള്ളം. അല്ലാതെ ഇരുളിന്റെ മറവിൽ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വിടാനുള്ള ആർജവം എനിക്കില്ല ശ്രീ ഷംസീർ. ഉറക്കം വരുന്നു. എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ഭാര്യയെ അനധികൃതമായിട്ട് നിയമനം നൽകുന്നതിനുള്ള ആവതില്ലാത്തയാളാണ്. പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അതിന്റെ പേരിൽ എനിക്ക് കോടതിയിൽ നിന്ന് ഒരു ചീത്തപ്പേരുണ്ടായതിനു ശേഷം, ശാസിച്ചതിന് ശേഷം ഞെളിഞ്ഞിരുന്നിട്ട് TV ചാനലിൽ ചർച്ചയ്ക്ക് വരാനുള്ള കഴിവില്ല. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. എനിക്കെതിരെ മത്സരിക്കുന്ന ഒരാളിനെയോ വടകരയിൽ മത്സരിക്കുന്ന ഒരാളിനെയോ ആക്രമിക്കുന്നതിനുള്ള പാങ്ങില്ലാത്തയാളാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടി എന്തെങ്കിലും ഇല്ല ശ്രീ ഷംസീർ. അപ്പൊ അതിനൊന്നും ആവതില്ലാത്ത വെറും ഒരു പാവപ്പെട്ട നിരീക്ഷകൻ മാത്രമാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ മഴവിൽ കാവടി എന്ന ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. താങ്കൾ അഴകിയ രാവണൻ പറഞ്ഞതുപോലെ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതിൽ ഇങ്ങനെ കരഞ്ഞ് കണ്ണീരിങ്ങനെ ഇറക്കിയിട്ട് നിങ്ങളുടെ ആ മീശ ഇനിയും വളർത്തല്ലേടോ എന്ന് ഇന്നസെന്റ് പറവൂർ ഭരതനോട് പറയുന്നുണ്ട്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇത്രയ്ക്കൊന്നും ഭയം വേണ്ട, അല്പം ജാഗ്രത മാത്രം മതി. സർക്കാർ പറയുന്നത് പോലെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.